വീട്ടിൽ നിത്യമുള്ള കലഹങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഭഗവാന് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം ഇതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീട്ടിൽ നിത്യമുള്ള കലഹങ്ങൾ കാരണം മാനസിക സംഘർഷവും ബുദ്ധിമുട്ടും ടെൻഷനും അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? ആ കലഹങ്ങൾ ഉണ്ടാവാൻ കാരണം എന്തെങ്കിലും നെഗറ്റീവ് എനർജിയോ പ്രേതബാധയോ ബ്ലാക്ക് മാജിക്കോ ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? അതോ നിങ്ങളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റമാണോ? നിങ്ങളുടെ സ്വഭാവം മൂലമാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഈ കാർഡ് സ്പ്രെഡിൽ ഞാൻ നോക്കിയെടുത്തോളം ഒരു നെഗറ്റീവ് എനർജിയോ പ്രേതബാധയോ ബ്ലാക്ക് മാജിക്കോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങളിലോ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സമയദോഷത്തിൻ്റെയാണ് നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന മാനസിക വിഷമം എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലെ ഗ്രഹനാഥൻ ചിലപ്പോൾ കർക്കശക്കാരനായിരിക്കാം. എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനം നിങ്ങളുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ആളായിരിക്കാം. ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്നുള്ള പിടിവാശി കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ വാക്കിന് ഒരു വില കൊടുക്കാത്ത ഒരു ആളുമായിരിക്കാം. ഈ ഒരു കാരണം കൊണ്ടും നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുന്നതായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു സെലിബ്രേഷൻ, സമയത്തിന് വീട്ടിൽ കയറാത്തൊരവസ്ഥ, കൂടുതൽ സമയം വീട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കാതെ പുറത്തുള്ള എന്ന് പറഞ്ഞാൽ ഓഫീസിലുള്ളവർക്കാകാം അല്ലെങ്കിൽ കൂട്ടുകാർക്കാകാം, പുറത്തുള്ളവർക്ക് സമയം കൊടുക്കുന്നൊരവസ്ഥ. നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാതെ പുറത്തുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരവസ്ഥയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യത്തിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ട് വീടിന് പുറത്തുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്ര വർക്കിലാണെങ്കിലും കരിയർ സംബന്ധമായ ബിസിനസ് ആണെങ്കിലും എന്ത് തന്നെ ആവട്ടെ, ജോലിഭാരം കുറച്ച് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുടുംബത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ആ വീട്ടിൽ കയറുന്ന ആ സമയം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് കുടുംബക്കാരോടൊത്ത് ചെലവഴിച്ച് കുടുംബത്തിലെ സന്തോഷങ്ങൾക്ക് പങ്കുചേരൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഭഗവാന്റെ എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങളത് വേണ്ട വിധേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും സന്തോഷകരമായ ഒരു അന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. വീട്ടിലുള്ളവർക്ക് ഒന്നടങ്കം സമയദോഷം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ മൂകത, കലഹം, സാമ്പത്തിക നഷ്ടം, അങ്ങനെ എന്തൊക്കെയുണ്ടോ വഴിയെ പോകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നതായിരിക്കും. പിന്നെ യൂണിവേഴ്സ് ഒരു പ്രത്യേകമായിട്ട് നിങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ദൈവാധീനം ഉണ്ട്, പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ കാരണം അത് മറഞ്ഞിരിക്കുകയാണ്. ആ ഒരു ദൈവാധീനത്തിനെ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. നിത്യേന സന്ധ്യയ്ക്കുള്ള വിളക്ക് കത്തിക്കുക, നിത്യേനയുള്ള ജപം, നാമം ചൊല്ലുക. നിങ്ങൾക്ക് നാമം ചൊല്ലാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഫോണിലോ ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു നാമം ഇട്ടാലും മതി. ജപം എപ്പോഴും നിത്യേന ദൈവത്തിനെ ജപിക്കുക. സ്വഭാവത്തിൽ ചെറുതായിട്ട് മാറ്റം വരുത്തുക. പിന്നെ നിത്യേന വീട്ടുകാർക്ക് പ്രാധാന്യം കൊടുക്കാതെ പുറത്തുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഒഴിവാക്കുക. പിന്നെ സ്ത്രീകളോട് പ്രത്യേകിച്ചും ഹസ്ബൻഡാണെങ്കിലും വീട്ടിലെ ഏത് ഗ്രഹനാഥനാണെങ്കിലും ജോലി കഴിഞ്ഞാണ് വീട്ടിലോട്ട് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിരിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുക, കൂടുതൽ പ്രഷർ കൊടുക്കാതിരിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയുന്നതാണ്. കലഹങ്ങളും ഒഴിവാക്കാം. ഇതാണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്.